എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ബഗാസുരന്റെ അടുത്ത് വന്ന് ശാരിയും അതുപോലെ സരയും കൂടി സംസാരിക്കുകയാണ്. അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും തന്നെ ശാരിയും പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളും രൂപയും കൂടിയുള്ള ഒത്തുകളിയല്ലായിരുന്നോ? ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ്, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നതെന്ന് പറയുമ്പം നീ എന്താ ശാരി ഈ ഉദ്ദേശിക്കുന്നത്? നീ എന്ത് മനസ്സിലാക്കിയെന്ന് ഈ പറയുന്നതെന്ന് ബഗാസുരൻ ചോദിക്കുമ്പോഴത്തേക്കിനും ശാരി ആണെങ്കിൽ ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ രൂപയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞിട്ടാണല്ലേ രൂപ ചന്ദ്രശേഖരനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. എന്തായാലും എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഗുളികയൊക്കെ കഴിച്ച് നിങ്ങളിപ്പം മൊത്തത്തിൽ വട്ടുപിടിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ആ തീരുമാനം അത് നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് രൂപ മിച്ചമുള്ള സ്വത്തുക്കളെങ്കിലും നൽകുമല്ലോ, ആ ഒരു ആശ്വാസത്തിലാണ് ഇപ്പം ഞാനും സരയും ഒക്കെ ഉള്ളത് എന്നും പറഞ്ഞ് ശാരി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ബഗാസുരൻ്റെ അടുത്ത് പറയുമ്പം പുള്ളിക്കാരനാണെങ്കിൽ ആദ്യം പറയുന്നുണ്ട്, നീ കേട്ടതൊന്നും ശരിയായ കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുമ്പം അതെങ്ങനെ ശരിയല്ലാണ്ടാകും? നിങ്ങളുടെ പെങ്ങളും കൂടി ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ കഥയുണ്ടാക്കിയതല്ല എന്ന് പറയുമ്പം അത് സമ്മതിക്കാതെ ഇരിക്കാനായിട്ട് രാഹുലിന് പറ്റുന്നേ ഇല്ല. അങ്ങനെ രാഹുൽ താനും രൂപയും തമ്മിൽ ഉണ്ടാക്കിയ ആ എഗ്രിമെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുക. അപ്പം ഇതൊക്കെ അറിയുമ്പോഴത്തേക്കിനും അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വരുമല്ലേ അച്ഛാന്നും ചോദിച്ച് സരയുവിന് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ മനോഹറും ആ റൂമിലേക്ക് എത്തി. മനു വന്നതും പറയുന്നുണ്ട്, ഇവൻ ഒറ്റ ഒരുത്തനാണ് നിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ തകർച്ചകളാണ് നിനക്കുണ്ടായത് എൻ്റെ സരയു, നീ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കെന്നും പറഞ്ഞ് രാഹുൽ മരുമകനെ കുറ്റപ്പെടുത്തുമ്പം ശാരിയാണെങ്കിലോ, എൻ്റെ മനുമോനെ തങ്കപ്പെട്ട സ്വഭാവമുള്ളവനാണ്, നിങ്ങൾക്ക് അവനെ പറ്റി വല്ലതും അറിയാവോ? അവൻ അമേരിക്കയിലെ ബിസിനസ്സൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ച് നമ്മുടെ മോളുടെയും കാര്യങ്ങൾ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം എൻ്റെ മരുമോൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി എൻ്റെ കൊച്ചിനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാരി ആരാണെന്ന് നിങ്ങൾ അറിയും. ഇനി നിങ്ങളെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് ഞാനായിരിക്കുമെന്നും പറഞ്ഞ് ശാരി കല്ലുതുള്ളി അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്കിനും മനോഹർ ആണെങ്കിലോ സരയും പോയി. മനോഹർ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഡാഡി, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരടിമയെ പോലെ ഈ വീട്ടിൽ നിൽക്കേണ്ടി വരും. ഇപ്പം കണ്ടില്ലേ അപ്പുറത്ത് എന്തുമാത്രം സന്തോഷമാണെന്നുള്ളത്. കല്യാണി കേസ് വാദിച്ചു. കല്യാണിയെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ മോശമായിട്ടാണ് പറഞ്ഞത്. അവളിതാ കേസ് വാദിച്ചു. ഇനി അവൾ തന്നെ ആ കേസിൽ ജയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ തേരാപ്പാര നടക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അവനും കളിയാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ രാഹുലിനാണെങ്കിൽ കല്യാണിയെ കൊല്ലാനുള്ള ദേഷ്യം, അതോടൊപ്പം തന്നെ മനോഹറിനെ വലിച്ചു കീറാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതി കൂടുന്നതാണ്. അപ്പം കോടതിയിലേക്ക് വരുന്ന നമ്മുടെ വിക്രവും അതുപോലെ തന്നെ പ്രകാശനും ഒക്കെ നല്ല ടെൻഷനിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് മുത്തശ്ശിയാണെങ്കിലോ എൻ്റെ മോനെ ഇനി മുത്തശ്ശിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറയുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, വിക്രം പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ടെൻഷൻ അടിക്കല്ലേ, അല്ലേ തന്നെ ഞാൻ ഇവിടെ ചങ്ക് കത്തി നിൽക്കുകയാണ്. പ്രകാശം പറയുന്നുണ്ട്, അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ, വരാൻ പറ്റുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നതെന്നും പറഞ്ഞ് കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴത്തേക്കിനും അവിടെ നമ്മുടെ കിരണും അതുപോലെ കല്യാണിയും ശരണ്യയും സോണിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും കാണുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലും എൻ്റെ കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു നോട്ടം അങ്ങ് നോക്കി. പിന്നീടാണെങ്കിൽ കോടതി മുറിയിൽ വാദങ്ങൾ ഈ വാദിച്ചതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വിധി കേൾക്കാൻ വേണ്ടി എല്ലാവരും കാതോർത്തിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കല്യാണിക്കാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കല്യാണി ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണും സോണിയും ശരണ്യയും ഒക്കെ കാത്തിരിക്കുന്ന ആ ഒരു വിധി വരികയാണ്. അപ്പം കല്യാണിയുടെ വീട്ടിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളും സോണിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ശരണ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഒക്കെ അക്കമിട്ട് എണ്ണി നമ്മുടെ കല്യാണി കോടതിയിൽ വാദിച്ചായിരുന്നല്ലോ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കേസുകളൊക്കെ കൂടി അന്വേഷിക്കാനുള്ള ഒരു കോടതി വിധി കൂടെ വരുമ്പോഴത്തേക്കിനും കല്യാണി ആ സമയത്തുണ്ടായിരുന്ന ഇവൻ്റെ
ഇവന്റെ സ്വഭാവം മൂലം കൊണ്ട് തന്നെയാണ് ഇവനെ തല്ലേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ വിധി വരികയാണ്. അപ്പം വിക്രത്തിനെ പൂട്ടാനായിട്ട് ഇത്രയധികം ക്രൈം ചെയ്ത ഒരാളായത് കൊണ്ട് തന്നെ വിക്രത്തിന് ഇനി തീരെ രക്ഷയില്ല. വിക്രത്തെ പൂട്ടാനുള്ള വിധി വരുമ്പം പ്രകാശനാണെങ്കിലോ തൻ്റെ ഒരേ ഒരു ആൺതരി തൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള വിക്രമാദിത്യൻ ജയിലിലേക്ക് പോകുന്ന കാഴ്ച, അങ്ങനെ കയ്യിൽ ഇതാ വിലങ്ങൊക്കെ വെച്ച് നമ്മുടെ വിക്രം അവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിൽ ചങ്ക് തകർന്നു. ശരിക്കും പറഞ്ഞ പ്രകാശന് നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ വേദന വന്ന് പ്രകാശനാണെങ്കിൽ ഇതാ നെഞ്ചു പൊത്തി പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ശരണ്യയും അതുപോലെ തന്നെ നമ്മുടെ സോണിയും കൂടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും കണ്ടാൽ പോരാ, നിങ്ങൾ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് കല്യാണിയെ. കല്യാണി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം രക്തത്തിലുണ്ടായ മോളല്ലേ. ആ മോളെ നിങ്ങൾ എത്രമാത്രമാണ് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഒറ്റപ്പെടുത്തിയതും ഇപ്പതാ ഈ കോടതി വളപ്പിൽ വന്നിട്ട് കൂടി അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ, നിങ്ങൾ ഇതൊക്കും മേലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രകാശന് കുറ്റബോധമൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും തൻ്റെ മകൻ കയ്യാമം വെച്ചു പോകുന്ന ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കിനും പുള്ളിയുടെ ചങ്ക് തകർന്നു. അങ്ങനെ നെഞ്ചുവേദന വന്ന് പ്രകാശനാണെങ്കിൽ അവിടെ കുഴഞ്ഞു വീഴുമ്പോൾ വക്കീൽ ഓടി വരികയാണ്. എന്ത് പറ്റി പ്രകാശാന്നും ചോദിച്ച്. അങ്ങനെ വക്കീൽ പ്രകാശിനെ താങ്ങിയെടുക്കുന്ന ആ ഒരു സമയത്ത് കല്യാണിയെക്കുറിച്ച് പ്രകാശിനെ ആലോചിക്കുകയാണ്. ഇനി എൻ്റെ മകൻ എൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള വിക്രമാദിത്യൻ ജയിലിൽ പോയി, അതിന് കാരണക്കാരിയായിട്ടുള്ളവള് ഈ കല്യാണി തന്നെയാണ്. ഇവളെ ഞാൻ മരിക്കുന്നതിന് മുന്നേ തീർത്തിരിക്കണം എന്നുള്ള കാര്യം പുള്ളിക്കാരൻ മനസ്സിൽ കുറിച്ചിടുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മൗനരാഗത്തിന്റെ നാളത്തെ പ്രമോ വിശേഷമൊക്കെ അവസാനിക്കുന്നത്. എന്തായാലും അന്തിമ വിജയം നന്മയോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കല്യാണിത കസറുകയാണ്. അപ്പം അടുത്ത ഒറിജിനൽ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക്